ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഡയമണ്ട് കട്ട്സ് ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇത് നമുക്ക് സ്പൈസി ആയിട്ടും അതേപോലെ മധുരമായിട്ടും രണ്ട് ടൈപ്പിലും കിട്ടും കേട്ടോ. നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് മധുരമുള്ള ടൈപ്പാണ്. വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്കിത് ഒരു 2 ടേബിൾ സ്പൂണോളം ഗീയോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗീയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കേട്ടോ. പിന്നെ നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും ഇങ്ങനെ കട്ടകളും തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു നനവൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ഓയിലൊക്കെ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. അപ്പോൾ സാധാ പച്ചവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങ് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പം വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊരു ആവശ്യമായിട്ടുള്ള എമൗണ്ട് നമുക്കറിയാമല്ലോ, ആ ഒരു രീതിയിൽ ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/4 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. ഓരോ മൈദക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ആ ഒരു 1/4 കപ്പ് വെള്ളം തന്നെ മതിയായിരുന്നു കേട്ടോ. ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഒരു 3 പോർഷൻ ആക്കിയിട്ടാട്ടോ ആക്കിയെടുക്കുന്നത്. ഇതിൽ നിന്ന് ഒരു പോർഷൻ ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പലകയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബോളൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ആ പൊടിയിൽ 2 സൈഡൊന്ന് ആ പൊടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല തിന്നായിട്ട്, ഒട്ടും ഇങ്ങനെ കട്ടിയില്ലാത്ത നല്ല തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണേ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല പോലെ പൊങ്ങിയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും നല്ല തിന്നായിട്ട് നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കണേ. അത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് റൗണ്ട് ചെയ്ത് അങ്ങ് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾ കളർ ആ ഒരു കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വൈറ്റ് കളറിലും ആക്കിയിട്ടും എടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒട്ടും കട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാൻ. ഇനി നമ്മളിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്നിങ്ങനെ ഒരു സൈഡാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് സൈഡാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഇതുപോലെ നീളത്തിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ പിന്നെ ഇതുപോലെ ഒന്ന് ഇതേപോലെ ഒരു സൈഡാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലേ, ഈ ഒരു ഷേപ്പാക്കിയിട്ട് ഇതുപോലെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ആ ഒരു സൈഡുകളിലൊക്കെ ആ ഒരു ഷേപ്പല്ലാത്ത രീതിയിൽ ഇങ്ങനെ കെടുക്കുന്നതൊക്കെ നമുക്കിതുപോലെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പരസ്പരം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം അതെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയെടുത്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം പ്ലേറ്റിലോട്ടങ്ങ് മാറ്റിയെടുത്താൽ മതിയേ.
ഇപ്പോൾ ഇതാ മൊത്തം ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഓരോ പോർഷനാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങിയിട്ട് വരും കേട്ടോ. പക്ഷേ നമുക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ കുറച്ച് ടൈം നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. തീ കൂട്ടിയിട്ടാൽ അതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകട്ടെ. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. ഇപ്പോൾ അതായത് ഏകദേശം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു യെല്ലോ കളർ അങ്ങ് പോയിട്ടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കാൻ. ഇതുപോലെ അങ്ങ് ആക്കി എടുത്താൽ മതി. നമുക്ക് ഇതിനെക്കാട്ടിലും സൈസ് കൂട്ടിയിട്ട് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിലാണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെറിയ ഇതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതിയേ. ഇപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് ആക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, നല്ല ഒരു ഷേപ്പോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ ഒരു പാനിലേക്ക് അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീ അങ്ങ് ഓണാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിങ്ങനെ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. കയ്യിലിങ്ങനെ തൊട്ടാലിങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ഒരു രീതിയിൽ ഇതൊന്ന് ആക്കിയെടുക്കണം. ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് ആയിട്ട് വരും. കൂടുതൽ വെള്ളം ഒഴിക്കാൻ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ആയി വരിക. ഇപ്പോൾ ഇത് ഏകദേശം ഇതങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൈയോട് തൊട്ട് നോക്കിയാൽ കണ്ടില്ലേ, ഇതാണല്ലോ ഇങ്ങനെ ഒട്ടി വരുന്ന ഈ ഒരു രൂപത്തിലാണ് നമുക്കിതൊന്ന് ആക്കിയെടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ ആയി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സ്പീഡ് കൂടിയിട്ട് മിക്സ് ആക്കി കൊടുത്താൽ അങ്ങനെ പൊങ്ങി നിൽക്കണമൊക്കെ പൊട്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ പൊട്ടാണ്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പതുക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നാൽ എല്ലാ ഭാഗത്തേക്കും ആ ഒരു പഞ്ചസാരയുടെ സിറപ്പ് എത്തും വേണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് മിക്സായി വന്നാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അത്ര മതി. ഒന്നങ്ങ് ചൂടായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതാ ഏകദേശം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് കളർ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ അത് സെറ്റായിട്ട് വരും. ഇനി ഇതിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഡയമണ്ട് കട്ട് എല്ലാന്നുണ്ടെങ്കിൽ ഇതിന് 6 നമ്പർ എന്നുള്ളൊരു പേരും കൂടെയാണ് കേട്ടോ. അത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.